ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വയലേലകളിൽ കതിരുകളായി വിള കൊയ്യാനായി അണിചേർന്നിടാം. വയലേലകളിൽ കതിരുകളായി വിള കൊയ്യാനായി അണിചേർന്നിടാം. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം.
സകല വിശ്വാസികൾക്കും സ്നേഹമുണ്ട്. സങ്കീർത്തനം 19-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള ഭൂമിയും നമ്മുടെ ജീവിതം തന്നെയും മഹോന്നതനായ ദൈവത്തിന്റെ പ്രവൃത്തികളെ വിളിച്ചു പറയുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നമുക്കെങ്ങനെ മിണ്ടാതിരിക്കാനാവും? മത്തായി 24-ാം അധ്യായം 35-ാം വാക്യം പറയുന്നത്: ആകാശവും ആരും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. മാറ്റമില്ലാത്ത തന്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം, നമുക്ക് വിശ്വസിക്കാം. ഇപ്പോൾ ദൈവത്തിന്റെ പ്രിയദാസൻ ബ്രദർ അജി വർഗീസ് അല്പസമയം നിങ്ങളോട് ദൈവവചനം സംസാരിക്കും. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അല്പസമയ ചിന്തയ്ക്കായി ലൂക്കോസ് 19-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം ഇന്ന് നമുക്ക് നൽകിയതിനായി നന്ദിയോടെ സ്തുതിക്കാം. കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ലൂക്കോസ് 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു: സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. സർവജനത്തിനും ഹല്ലേലൂയ ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, നമുക്ക് രക്ഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് അവതരിച്ച ഒരേ ഒരു നാമം യേശുക്രിസ്തു അല്ലാതെ വേറെ ഒന്നുമില്ല. എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് യേശു കർത്താവ് താഴ്ന്ന് ഇറങ്ങി വന്നത്? മനുഷ്യവർഗത്തെ രക്ഷിപ്പാനാണ്. ആദാമ്യ പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതെന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 22 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്ക് ജീവിക്കുവാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവൻ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വിഷത്തിലെങ്കിലുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന്റെ കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തിയിരിക്കുകയാണ്. ദൈവത്തിന്റെ പർപ്പസിൽ നിന്നും അകന്നുപോയ ആദത്തിനുണ്ടായ വീഴ്ച അവന്റെ തേജസ് നഷ്ടപ്പെടുവാനിടയായി. ദൈവവുമായിട്ടുള്ള ആ സമ്പർക്കം അവനിൽ നിന്ന് മാറിപ്പോകുവാനിടയായപ്പോൾ അവനെ താഴ്ന്ന നിലത്തിലേക്ക് ഇറക്കിക്കളയുവാൻ ദൈവം തീരുമാനിച്ചു. ദൈവം തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുവാനിടയായപ്പോൾ ദൈവം ആദത്തിന് തക്കതായ ഇണയെ കൊടുത്തു. ആ ഇണയിലൂടെ പിശാച് അവരെ വഞ്ചിക്കുവാനിടയായി തീർന്നു. തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നതുപോലെ ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്നും ദൈവത്തിന്റെ ആ പർപ്പസിൽ നിന്നും അവർ അകന്നു പോകുവാനിടയായി തീർന്നു. അങ്ങനെ മനുഷ്യനെ ഭൂമിയിലേക്ക് താഴ്ത്തിയിറക്കിക്കളയുവാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലേ, അവിടെ നഷ്ടപ്പെട്ടു പോയ ആ ധാന്യ വംശത്തെ തേടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയും. ലൂക്കോസ് 19:10 ഇങ്ങനെ പറയുകയാണ്: കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് നമുക്ക് അതിന്റെ വാക്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. 19-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ
നമുക്ക് അത് മനസ്സിലാകുവാനിടയായിത്തീരും. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സഖായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട് പുരുഷാര നിമിത്തവും കഴിഞ്ഞില്ല. എന്നേരം അവൻ മുമ്പോട്ടോടി. അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ട് കണ്ടവരെല്ലാം അവൻ ഭാവിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞു പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. അല്ലലിയ വല്ലതും ചതിവായി ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങായി ഹല്ലേലൂയ ഞാൻ മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഈവനും അബ്രഹാമിന്റെ മകനാകിയ ഈ വീട്ടിന്റെ രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരിഞ്ഞല്ലോ മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക്. പ്രിയ ദൈവജനമേ, സക്കായിയുടെ ജീവിതത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടും കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവായ യേശുവിനെ കുറിച്ച് ധാരാളം കേട്ടിരുന്ന സഖായി അവനെ കാണുവാൻ വളരെയേറെ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തവും അത് കഴിയാതെ വന്നതുകൊണ്ടാണ് അവൻ കാട്ടത്തീയുടെ മേൽ കയറിയത്. അവന് വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ആ കാട്ടത്തിന്മേൽ കയറിയപ്പോൾ യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ കയറി. എന്നാ യേശു മുന്നോട്ട് കടന്നു വന്നിട്ട് മേലേക്ക് നോക്കി പറയുകയാണ്, സഖായിയെ, നീ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. പ്രിയ ദൈവജനമേ, നാമും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തോട്ടെ. സഖായിയെ പോലെ നമ്മുടെ കുറവുകളും നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നീ ഇന്ന് എന്റെ വീട്ടിൽ പാർക്കുന്നതാണ്. എനിക്കുള്ളതെല്ലാം ഞാൻ സമ്പൂർണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങനെ സഖായി എന്താണ് ചെയ്തത്? സഖായി പറയാണ്, ഞാൻ എന്റെ വസ്തുവകയിൽ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ദൈവത്തിന്റെ തിരുവചനം പറയുകയാണ്, ധനികനായ ഒരു വ്യക്തിയാണ്, ചുങ്കക്കാരനാണ്. അനേകരിൽ നിന്നും ധനം സമ്പാദിച്ചു പിടിച്ചു പറിച്ചു അവൻ സമ്പന്നനായി മാറിയപ്പോൾ അവന്റെ പണം മൂലം അവൻ തന്നെ ഒരു അന്ധനായി തീരുവാനിടയായി. ആ പണം നിമിത്തം തന്നെ അവൻ ഒരു വലിയ ഒരു ധനമോഹിയായി തീരുവാനിടയായി. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ കേട്ടപ്പോൾ, ഹല്ലേലൂയ, തന്റെ വസ്തുവക ദരിദ്രർക്ക് കൊടുക്കുവാൻ അവന്റെ മനസ്സ് അനുവദിക്കുകയുണ്ടായി. അങ്ങനെയാണ് കർത്താവിനോട് പറയുന്നത്, കർത്താവ് എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. വല്ലതും ചതിവായി ഞാൻ വാങ്ങിയിട്ടുള്ളൂ, അത് ഞാൻ പാതി 4 മടങ്ങായി മടക്കി കൊടുക്കും. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ഇവന്റെ വീട്ടിൽ രക്ഷ വന്നു. ഇവനും അബ്രഹാമിന്റെ മകനല്ലോ, കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ കടന്നു വന്നത്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പണത്തിനു വേണ്ടി, ധനത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്നതായി കാണുവാൻ കഴിയും. ആരെങ്കിലും ഉപദ്രവിച്ചിട്ടോ, ആരെങ്കിലും പിടിച്ചു പറിച്ചിട്ടോ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണമെന്നുള്ളൊരു ചിന്ത, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതം ഒരു പരാജയമായി തീരുവാനിടയായി തീരും. ദൈവത്തിന്റെ വചനം പറയുകയാണ്, സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം അതിന്റെ 13-ൽ പറയുന്നു, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. സഖായി എന്താണ്? താൻ ചെയ്ത ലംഘനങ്ങളെ കർത്താവിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു. അതിന് പരിഹാരവും അവൻ നിർദ്ദേശിക്കുകയുണ്ടായി. അതാണ് സദൃശ്യവാക്യം 28:13 പറയുന്നു, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും.
ആ ദൈവത്തിന്റെ അതിശക്തമായ വചനം ഇന്ന് നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. നിങ്ങളുടെ ലംഘനങ്ങളെ മറയ്ക്കരുത്. അത് കർത്താവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ ഏറ്റുപറയുന്നു എങ്കിൽ തീർച്ചയായും നിനക്കൊരു രക്ഷ കടന്നു വരുവാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അത് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ നാം അതിൽ ഉൾക്കൊള്ളുന്നവരായി തീരുമ്പോൾ തീർച്ചയായും ഹല്ലേലൂയ അത് നമ്മളിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. ദൈവസാന്നിധ്യം നമ്മിൽ നിറയുവാനിടയായിത്തീരും. ഹല്ലേലൂയ. 2 തീമോഥെയോസ് 3:14 പറയുകയാണ്, ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ച് നിശ്ചയം പ്രാപിച്ച് ഇരിക്കുന്നതിൽ നിലനിൽക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ തിരുവെഴുത്തുകളെ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചു നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. കർത്താവിന്റെ വചനം നീ ചെറുപ്പം മുതലേ പഠിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇതിലെല്ലാം അതിജീവിക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ ആ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തിന്റെ പണത്തിന് വേണ്ടി നാം ആശ്രയം വയ്ക്കുന്നുവെങ്കിൽ നമ്മുടെ ചിന്തകളെല്ലാം അതിൽ തന്നെ ആയിത്തീരുവാനിടയായിത്തീരും. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം ഈ പ്രകാരം പറയുന്നു, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവീൻ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. പുഴുവും തുരുമ്പും കെടുക്കുന്ന ഈ ദേശത്ത് നമ്മൾ നിക്ഷേപങ്ങളെ സൂക്ഷിച്ചു വെച്ചാൽ അത് മാറിപ്പോവാനിടയായിത്തീരും. എന്നാൽ പുഴുവും തുരുമ്പും കെടുക്കാത്ത ആ ദേശത്ത് നീ നിക്ഷേപങ്ങളെ സ്വരൂപിക്കുന്നുവെങ്കിലോ അതെന്നേക്കും നിലനിൽക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ദൈവം തന്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങൾ നിമിത്തം ഈ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് അവൻ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്കും സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനെ രക്ഷിപ്പാനാണ്. ലോകം അവനാൽ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് തന്റെ പുത്രനായ യേശുവിനെ അയച്ചത്. ഹല്ലേലൂയ. സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. തന്റെ മക്കൾ നാശത്തിലേക്ക് പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ആ രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുവാനാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം പുത്രനെ നൽകി നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. കാണാതെ പോയതിനെ തേടി വന്ന ആ യേശുവിനെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെ അയൽക്കാരെ വിളിച്ചുകൂട്ടി, കാണാതെ പോയ എന്റെ ആടിനെ കിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ അവരോട് പറയുന്നു. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. ഒരാൾക്ക് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒന്ന് കാണാതെ പോയാൽ
ആവേൽ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി അന്വേഷിക്കാതിരിക്കുമോ? ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ അന്വേഷിക്കുന്ന ആ സ്നേഹമാണ് നമ്മുടെ കർത്താവായ യേശുവിന്റെ നിത്യസ്നേഹം. ആ നിത്യസ്നേഹം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടണമെങ്കിൽ നാം അവന്റെ മുമ്പിൽ താഴ്മയുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. ഇസ്രായേൽ ഗോത്രത്തിൽ ഒരു ആട്ടിനെ കാണാതെ പോയാൽ ആ ആട്ടിടയൻ എന്താണ് ചെയ്യണത്? ആ 99 ആടിനെ അവിടെ വിട്ടേച്ച് ആ കാണാതെ പോയ ഒരു ആടിനെ തേടി കണ്ടെത്തും വരെ അന്വേഷിക്കും. കണ്ടെത്തിയാൽ അവൻ ചുമലില് എടുത്തുകൊണ്ട് സന്തോഷത്തോടെ കൂടെ വന്ന് തന്റെ സ്നേഹിതന്മാർക്ക് എല്ലാവരും കൂടെ ഇരുന്ന് വിരുന്ന് കഴിക്കുന്ന ഒരു പതിവുണ്ട്. കർത്താവായ യേശു ആ ഉപമയിലൂടെ പറഞ്ഞത് ഈ പ്രകാരമാണ്: 99 നീതിമാന്മാരെ കുറിച്ചല്ല സ്വർഗം സന്തോഷിക്കുന്നത്, കാണാതെ പോയ പാപിയായ ഒരു മനുഷ്യനെ ദൈവം കണ്ടെത്തി കഴിയുമ്പോൾ അവനെക്കുറിച്ച് ആ രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോഴാണ് അവനെക്കുറിച്ച് ഓർത്ത് സ്വർഗം സന്തോഷിക്കുവാനിടയായി തീരുന്നത്. ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന സമ്പത്ത് കൊണ്ട് സ്വർഗരാജ്യം നമുക്ക് അവകാശമാകുവാൻ കഴിയുകയില്ല. കർത്താവിന്റെ നശിച്ചു പോകാത്ത ആ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ, വചനമാകുന്ന സമ്പത്ത് നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ നിനക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയും. ജയിക്കുന്നവന് ഞാൻ ജീവജലത്തിന്റെ നീരുറവ കുടിക്കുവാൻ കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. എന്നാൽ വെളിപാട് 21-ാം അധ്യായം അതിന്റെ 6 മുതൽ 7 വരെയുള്ള വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ ആൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവജലത്തിന്റെ നീരുറവ കുടിക്കുവാൻ കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ ഇത് അവകാശമായി കൊടുക്കും. ആ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ ആപൽഘട്ടങ്ങളിലെല്ലാം അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ നമ്മുടെ തിന്മയായ പ്രവൃത്തികളെ നാം ഉപേക്ഷിക്കുവാനിടയായി തീരും. ധനികനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ധനികനായ വ്യക്തി ദിവസവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോട് സുഖിച്ച് കൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രാഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തുനിന്ന് അബ്രാഹാമിനെയും അവന്റെ മടിയിലിരിക്കുന്ന ലാസറിനെയും കണ്ടു. പ്രിയ ദൈവ പൈതലേ, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കോ. ഇപ്പോൾ നമ്മൾ ഈ വചനഭാഗം വായിച്ച് കേൾക്കുവാനിടയായി ധനികനായ ഒരു വ്യക്തിയുണ്ടായിരുന്നു. അവൻ ദിനം പ്രതി ആഡംബരത്തോടുകൂടി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. ധൂമവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോട് സുഖിച്ചു കൊണ്ടിരുന്നു. ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്ക് ഉണ്ടായിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കി. എന്നാൽ അവർ രണ്ടുപേരും മരിച്ചു പോകാനിടയായി. ദരിദ്രനായിരുന്ന ലാസർ മരിച്ചു പോയപ്പോൾ അബ്രാഹാമിന്റെ മടിയില ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ധനികനായ മനുഷ്യൻ അവൻ മരിച്ചപ്പോൾ അവന്റെ ശവസംസ്കാരം ചെയ്തത് വലിയ ആഡംബരത്തോടുകൂടിയായിരിക്കാം. എന്നാൽ ദരിദ്രനായ ഒരു വ്യക്തിയോ അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ശവസംസ്കാരം നടത്തിയത് ഒരു പട്ടിയെ കുഴിച്ചിടുന്നത് പോലെ ആയിരിക്കാം. എന്നാൽ പ്രിയ ദൈവജനമേ, ലാസറിന് ലഭിച്ചതോ അബ്രഹാം പിതാവിന്റെ മടിയിലിരിക്കുവാനുള്ള യോഗ്യത. ധനികനായ വ്യക്തിക്കോ അവൻ
നരകത്തില് അതിയാതന അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ ദൈവ പൈതലേ, നാം ആയിരിക്കുന്നിടത്ത് ആ ദൈവത്തോട് വിശ്വസ്തനായിരിക്കുമ്പോൾ ദൈവം നമ്മെ ഉയർത്തുവാനിടയായിത്തീരും. ആ ധാമ്യ ഭാവത്തിൽ വീണ നമ്മെ രക്ഷിപ്പാനായിട്ട് ആണ് ഈ ഭൂമിയിലേക്ക് മനുഷ്യപുത്രൻ കടന്നു വന്നതെന്ന് വ്യക്തമായി വചനം പറയുമ്പോൾ നാം നമ്മുടെ ജീവിതത്തില് ഈ കണ്ട കാലമത്രയും നാം ജഡത്തിന്റെ പ്രവർത്തിക്കനുസരിച്ച് പോന്നു എങ്കിൽ ഇനിയുള്ള ജീവിതം നാം ദൈവത്തിന്റെ പ്രവർത്തിക്കനുസരിച്ചായിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വചനത്താൽ ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം ലോകത്തിന്റെ അറ്റത്തോളം എത്തി അനേകരെ നേടുവാൻ തക്കവണ്ണം അങ്ങ് ഇടയാക്കണമേ. ഈ വചനം കേൾക്കുന്ന മക്കളെ ദൈവം നിങ്ങളെയും എടുത്തുപയോഗിക്കുവാനിടയായിത്തീരും. ഈ വചനത്താൽ ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമീൻ.